Hi guys, this is Jitin Devan from Excellent Trader. അപ്പോൾ ഇന്നലെ നമ്മൾ ഇൻട്രാഡേ വീഡിയോ ഞാൻ ലൈവ് വീഡിയോ ഇട്ടിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് അപ്സ്റ്റോക്സിൽ നിന്ന് സിറോദയിലേക്ക് മാറ്റി. അപ്പോൾ ഇന്നലെ ഒരു ലേണിംഗ് കവായിരുന്നു സിറോദ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ എനിക്ക് സിറോദയുടെ ഇൻ്റർഫേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് സെഷന് ശേഷം ഒരു സമ്മറി ആയിട്ട് നമ്മൾ ഓർഡേഴ്സും പൊസിഷൻസും എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നില്ലാണ്. അപ്സ്റ്റോക്സിൽ ചിലപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഇതുവരെ അത്ര എവിഡൻ്റ് ആയിരുന്നില്ല. സമ്മറീസ് നമുക്കൊരു CSV ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സിറോദയുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻട്രാഡേ സെഷൻ ചെയ്യാൻ പോകുന്നത് സിറോദയിലായിരിക്കും. അപ്പോൾ വിതൗട്ട് എനി ഫെർദർ ഡ്യൂ ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു 4 സ്റ്റോക്സ് ആണ്. ലിസ്റ്റിലുള്ളത് UPL, ഇൻഫ്രാടെൽ, മൈൻട്രി ആൻഡ് മദർസുമിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ അനാലിസിസ് ഞാൻ ഇന്നലെ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയി ഇത്ര സമയമായിട്ട് എനിക്ക് നല്ലൊരു ഫേവറബിൾ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ടെലിഗ്രാം ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇൻഡിഗോ നല്ലൊരു ബുൾ മൂവ്മെൻറ്റിലാണ് ഉള്ളതെന്നല്ലേ. ഞാൻ ഇൻഡിഗോയുടെ കുറച്ച് ഷെയർസ് ലോങ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലെറ്റ്സ് ട്രൈ ദാറ്റ്. എന്ത് പറ്റിയെന്ന് അറിയില്ല, ഈ സിറോദയിൽ ഇപ്പോൾ കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറും പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇൻഡിഗോ വിടുവാണ്. അത്രയ്ക്ക് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റർ ചെയ്യുന്നുള്ളൂ. ഇൻഫ്രാടെല്ലിൽ എൻ്റർ ചെയ്യാൻ പോവാണ്. ഇതിലും ഈ കവർ ഓർഡർ ഡിസേബിൾഡ് ആണ്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഇന്ന് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥിതിക്ക് ഞാനിപ്പോൾ ഇതിൽ റെഗുലർ ഓപ്ഷനാണ് പോകുന്നത്. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നില്ല. ഇതൊരു റിസ്കി മൂവ് ആണെന്നറിയാം, എന്തായാലും ഞാനത് ചെയ്യുവാണ്. ഇൻഫ്രാടെൽ ഇപ്പോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇൻഫ്രാടെൽ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എക്സിറ്റ് ചെയ്തു. നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 635 റുപ്പീസാണ് ഈ ഒരു ട്രേഡിൽ.
ഇൻഡിഗോ നല്ലോണം മേലേക്ക് പോയി. അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മിസ്സായത്, നമുക്ക് കവർ ഓർഡർ ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും ഇപ്പോൾ അത് റീട്രേസ് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ താഴേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ഞാനൊരു ഷോർട്ടിങ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു 200 ക്വാണ്ടിറ്റി ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഒരു 1020 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1500 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇൻഡിഗോ എക്സിറ്റ് ചെയ്തു വിത്ത് പ്രോഫിറ്റ് ഓഫ് 2030. ഇപ്പം ഞാൻ വിപ്രോയിലൊരു ലോങ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ട്. ആ വിപ്രോയുടെ സ്റ്റോക്ക് ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെയായിരുന്നു കുറേ സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് മേലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചിട്ടൊരു ലോങ് ഓപ്പർച്യൂണിറ്റി എടുത്തു. അതിന് ശേഷവും അത് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ിലേക്ക് തന്നെ വിപ്രോയുടെ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ചെറിയൊരു നാരോ റേഞ്ചിൽ തന്നെ എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വിപ്രോ നമ്മൾ ജസ്റ്റ് എക്സിറ്റ് ചെയ്തു 300 rupees ഓഫ് പ്രോഫിറ്റ്. അപ്പം ഈ ഒരു 3 ട്രേഡ് കൊണ്ട് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് അച്ചീവായി. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ മെൻഷൻ ചെയ്ത പോലെ ഇതിൽ സിറോദയിൽ നമുക്കൊരു സമ്മറി CSV ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആ ഒരു പ്രോസസ്സും കൂടി ഇന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ സിറോദയിൽ നിന്ന് നമ്മുടെ പൊസിഷൻസിൻ്റെ CSV ഫയലും
ഓർഡർ ഹിസ്റ്ററിയുടെ CSV ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CSV എന്ന് പറയുന്ന കോമ സെപ്പറേറ്റഡ് വാല്യൂ ഫയലാണ്. ഇത് നമുക്ക് എക്സലിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ എനി അതർ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. ഈ 2 ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഡാറ്റ ഞാൻ കോപ്പി ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അത് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ഡെവലപ്പ് ചെയ്തൊരു ടെംപ്ലേറ്റ് ഉണ്ട്, അതിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാൻ. സെയിം പ്രോസസ്സ് ഞാൻ പൊസിഷൻസിൻ്റെ CSV ഫയലും ചെയ്തു. ഇനി ഓർഡർ എന്ന് പറയുന്ന ടാബിലെ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ചാർജസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോട്ടൽ ചാർജസ് എന്ന് പറയുന്നത് 347.13 റുപ്പീസാണ്. സോ നമ്മളുടെ ടോട്ടൽ P&L നിന്ന് ഇത്രയും പൈസ ഡിഡക്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. അടുത്ത ടാബ് ഒരു സമ്മറി ടാബാണ്. ഇതിൽ നമ്മൾ ചെയ്ത എല്ലാ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. ടോട്ടൽ P&L, ടോട്ടൽ ചാർജസ് ആൻഡ് നെറ്റ് P&L, ഇതൊക്കെ നമുക്ക് ഒറ്റൊരു സ്നാപ്ഷോട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ജേർണൽ എല്ലാ ദിവസത്തേക്കായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2629 റുപ്പീസാണ് ആഫ്റ്റർ ഓൾ ദ ചാർജസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഈ ഒരു എക്സൽ ഷീറ്റ് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം നിങ്ങൾക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇതിനെപ്പറ്റി എക്സ്ക്ലൂസീവായിട്ട് ചെയ്യാം. അപ്പോൾ അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലേക്ക് കാണാം.